बिहारी जय गोपी जन जय Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare Krishna, Krishna Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Jaya Radha Radha Madhava Jaya Jaya Radha Radha Madhava Jaya Jaya Jagannatha Jaya Jagannatha Baladeva Jaya Subhadra Jaya Jaya Prabhupada 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 Hare Krishna. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaskrityam Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamudiraye Nashtaprayeshu Bhadreshu Nityam Bhagavata Sevaya Bhagavate Uttama Shloke Bhaktir Bhavati Naishtiki Mukam Karoti Vachalam Bangkum Lingayate Girim Yatpatamaham Vande Shri Guru Dinatarinam Paramananda Madhavam Sri Chaitanya Meeswaram. Hare Krishna. Srimad Bhagavatam Canto 1 Chapter 2 ശ്ലോകം 16 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ശുശ്രൂഷോ ശ്രദ്ധാനസ്യ വാസുദേവാ കഥാരുചിഃ സ്യാത്മാഹസ്യ സേവയാ വിപ്രാ പുണ്യതീർത്ഥനിക്ഷേപവാണാൻ. ശുശ്രൂഷോ ശ്രദ്ധാനസ്യ വാസുദേവാ കഥാരുചിഃ മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥാനിഷേവണാൽ. ശുശ്രൂഷോ ശ്രവണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ, ശ്രദ്ധാനസ്യ ശ്രദ്ധയോടും ഔത്സുക്യത്തോടും, വാസുദേവ വാസുദേവനോടുള്ള ആദരവോടെ, കഥ സന്ദേശം, രുചി പ്രതിപത്തി, സ്യാത് സാധ്യമാക്കി തീർക്കുന്നു, മഹത് സേവയ ശുദ്ധഭക്ത സേവനത്തിലൂടെ, വിപ്ര അലയോ ദ്വിജ പുണ്യതീർത്ഥ സർവ പാപങ്ങളിൽ നിന്നും വിമുക്തരായവർ, നിക്ഷേപാണാൽ സേവനത്താൽ. വിവർത്തനം. അലയോ ദ്വിജ സന്യാസി ശ്രേഷ്ഠരെ, സർവ പാവ നിർമുക്തരായ ശുദ്ധഭക്തരുടെ സേവനത്തിലൂടെ മഹത് സേവനമാണ് നിർവഹിക്കപ്പെടുന്നത്. അത്തരം സേവനങ്ങളിലൂടെ വാസുദേവ സന്ദേശങ്ങൾ ശ്രവിക്കുവാനുള്ള അഭിരുചി ഒരാൾ നേടുന്നു. ഭാവാർത്ഥം.
ഭഗവത് അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് അഥവാ ഭഗവത് നിയമ ലംഘനമാണ് ജീവാത്മാക്കളുടെ ബദ്ധ ജീവിതത്തിനു കാരണം. ദേവന്മാർ എന്നറിയപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ പരമാധികാരത്തിനെതിരായ ഒരു കൂട്ടരുണ്ട്. ഭഗവത്ഗീത 16-ാം അധ്യായത്തിൽ അസുരന്മാരെ കുറിച്ച് സുവ്യക്തമായി ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി അസുരന്മാർ അജ്ഞതയുടെ അത്യന്ത അഗാധ തലത്തിൽ ഏറിയപ്പെടുന്നതിനാൽ, നിന്ദ്യമായ മൃഗീയ ഭാവത്തിൽ അത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നതിനാൽ പരമസത്യമായ പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല. പരമ ഇച്ഛയ്ക്കനുസരിച്ച് വിവിധ രാജ്യങ്ങളിലെ ഭഗവാന്റെ മുക്ത സേവകരുടെ കാരുണ്യത്താൽ ഈ അസുരന്മാർ ക്രമേണ ഈശ്വരാഭാവത്തിലേക്ക് സംശോധിതരാകുന്നു. അത്തരം ഭഗവത് ഭക്തർ ഭഗവാന്റെ സഹചരന്മാരാകുന്നു എന്ന് മാത്രമല്ല, എപ്പോൾ അവർ മാനവ സമൂഹത്തെ നാസ്തികത്വത്തിൽ നിന്നും രക്ഷിക്കാൻ ആഗതരാകുന്നുവോ അപ്പോൾ സർവശക്തിമത്തായ അവതാരമായി ഭഗവത് പുത്രനായോ ഭഗവത് സേവകനായോ ഭഗവത് സഹചാരിയായോ ഒക്കെ അറിയപ്പെടുന്നു. അവരൊന്നും തന്നെ സ്വയം ഭഗവത് അവതാരമായി തെറ്റായി അവകാശപ്പെടുന്നില്ല. അങ്ങനെ അവകാശപ്പെടുന്നത് ഈശ്വര നിന്നയാണ്. മാത്രവുമല്ല, അത്തരം അസുരന്മാരുടെ അസുര അനുവർത്തികൾ ഭഗവാനാണെന്ന് അഥവാ ഭഗവത് അവതാരമെന്ന അവകാശവാദത്തെ അംഗീകരിക്കുന്നു. ധർമ്മശാസ്ത്രങ്ങളിൽ ഭഗവത് അവതാരങ്ങളെ കുറിച്ച് സുവ്യക്തമായ പരിപൂർണ അറിവ് ലഭ്യമാക്കിയിട്ടുണ്ട്. ധർമ്മശാസ്ത്ര നിർണയങ്ങളാൽ സ്ഥിരീകൃതമാകാത്ത പക്ഷം ആരെയും ഭഗവാനായോ ഭഗവത് അവതാരമായോ അംഗീകരിക്കരുത്. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഭഗവത് ഭക്തരെ ഭഗവാനെ പോലെ തന്നെ ആദരിക്കണം. അത്തരം ഭഗവത് ഭക്തരെ മഹാത്മാക്കൾ എന്ന് അഭിസംബോധന ചെയ്യുന്നു. മാത്രവുമല്ല, പ്രത്യേക സ്ഥലകാലത്തിനനുസരിച്ച് അവർ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നു. ഭഗവത് ഭക്തർ ജനങ്ങളെ ഭഗവാന്റെ ഭക്തരാക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. അവരെ ഭഗവാനാണെന്ന് അഭിസംബോധന ചെയ്യുന്നത് അവർ ഒരിക്കലും അനുവദിക്കുകയില്ല. ധർമ്മശാസ്ത്രാനുസരണം ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്. എന്നാൽ അദ്ദേഹം ഭക്തന്റെ ഭാഗമാണ് അഭിനയിച്ചത്. ഭഗവാനായി അദ്ദേഹത്തെ മനസ്സിലാക്കിയവർ അദ്ദേഹത്തെ ഭഗവാനാണെന്ന് അഭിസംബോധന ചെയ്യുന്നത് കേൾക്കുന്ന മാത്രയിൽ അദ്ദേഹം ചെവി പൊത്തുകയും വിഷ്ണു ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം സ്വയം ഭഗവാനായിരുന്നിട്ടും ഭഗവാൻ എന്ന അഭിസംബോധന ചെയ്യുന്നതിനെ കർശനമായി വിലക്കിയിരുന്നു. ഭഗവാൻ എന്ന അഭിസംബോധന ചെയ്യുന്നതിൽ ആനന്ദം അനുഭവിക്കുന്ന തത്വദീക്ഷയില്ലാത്ത വ്യക്തികളെ കുറിച്ച് പ്രതികൂലമായ മുന്നറിയിപ്പ് നൽകാനാണ് ഭഗവാൻ ഇപ്രകാരം പെരുമാറിയത്. ഈശ്വരാബോധം പ്രചരിപ്പിക്കാനായി ഭഗവത് ഭക്തർ ആഗതരാകുമ്പോൾ ബുദ്ധിമാന്മാരായ ജനങ്ങൾ എല്ലാ വിധത്തിലും അവരുമായി സഹകരിക്കണം. ഭഗവാനെ നേരിട്ട് പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ഭക്തരെ സേവിക്കുമ്പോൾ തന്റെ ഭക്തർ ഉചിതമാവണ്ണം ആദരിക്കപ്പെടുന്നുവെന്ന് ദർശിക്കുന്ന ഭഗവാൻ അതീവ സന്തുഷ്ടനായിരിക്കുന്നു. കാരണം അത്തരം സേവകർ സർവ്വതും ഭഗവത് സേവനത്തിനായി സമർപ്പിക്കുന്നവരാണ്. ഭഗവത് സേവനത്തിനായി ഭൗതികമായ സർവ്വതും നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരാണ്. ആകയാൽ അവർ ഭഗവാന് അത്യധികം പ്രിയപ്പെട്ടവരാകുന്നു. ഭഗവത്ഗീത 18:69 ഭഗവത് മഹാത്മ്യങ്ങൾ പ്രഭാഷണം നടത്താനായി സ്വജീവൻ പോലും അപകടത്തിലാക്കുന്ന ഭക്തിനേക്കാൾ പ്രിയങ്കരനായി തനിക്ക് ആരുമില്ലെന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭഗവത് ഭക്തരെ സേവിക്കുന്നതിലൂടെ ക്രമേണ അവരുടെ ഗുണങ്ങൾ പ്രാപ്തമാവുകയും അങ്ങനെ ഭഗവത് മഹാത്മ്യങ്ങൾ ശ്രവിക്കുന്നതിന് ഒരാൾ യോഗ്യത നേടുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവത് മഹാത്മ്യങ്ങൾ പ്രവേശിക്കുന്നതിനുള്ള ഒരു ഭക്തന്റെ പ്രഥമ യോഗ്യത ഭഗവത് ശ്രവണത്തിനുള്ള ലഭ്യതയാകുന്നു. ഹരേ കൃഷ്ണ. നമുക്കിന്ന് നമ്മുടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു ഒരാൾക്ക് എങ്ങനെ നമുക്ക് ഒരു പരിശുദ്ധ ഭക്തനാകാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതിന് മുന്നേയുള്ള ശ്ലോകങ്ങളിലെല്ലാം അതിനുള്ള വഴികളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഭക്തരെല്ലാം ഈ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ശ്ലോകത്തിനകത്ത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്
ഭക്തന്മാരെ സേവിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഭഗവാന്റെ ഭക്തിയിലോട്ട് വരാം, ഭഗവാന് നമുക്ക് പ്രിയപ്പെട്ടവരാകാൻ പറ്റുന്നത് ഏത് വഴിയിലൂടെയാണെന്ന് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇപ്പം നമ്മളെല്ലാവരും പല 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 വിഷയങ്ങളിലും നമ്മള് സ്പ്രെഡായിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തരും ഓരോ തരം വിഷയങ്ങളിലാണ് നമ്മുടെ ബോധങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് കുടുംബ വിഷയങ്ങള്, ചിലർക്ക് ബോഡി കോൺഷ്യസില്, ചിലർക്ക് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളില്, അങ്ങനെ പല തരത്തിലാണ് നമ്മുടെ എല്ലാം ബോധം ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിനെയൊക്കെ നമുക്ക് എങ്ങനെ കൃഷ്ണാബോധത്തിലോട്ട് കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ ആയിരുന്നിട്ട് കൂടിയും അതേ ഒരു സ്വയം ഭക്തന്റെ രൂപത്തിലാണെന്ന് വെച്ചാൽ ഒരു ഭക്തൻ എങ്ങനെ ഇരിക്കണമെന്ന് ആ ഒരു മൂഡാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ അദ്ദേഹം ഭഗവാനാണെന്ന് അറിയാനിട്ട് പോലും ആ ഭക്തന്റെ മൂഡിലൂടെ ഒരു ഭക്തൻ എങ്ങനെ ഭഗവാനെ പ്രാപിക്കണം എന്ന ആ ഒരു മൂഡ് ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇവിടെ ഒരു ഭക്തനായിട്ട് അവതരിക്കാൻ വേണ്ടിയിട്ട് ഭക്തൻ വന്ന് മഹാപ്രഭുവിന്റെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്. ഭഗവാനെ അങ്ങ് വന്ന് ഭൂമിയിൽ വന്ന് ഇവിടെ സർവപാപം എന്ന് വെച്ചാൽ പാപികളായിട്ടുള്ള ആളുകളെ അതിന് പാപത്തിൽ നിന്ന് മോചിപ്പിക്കണേന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഒരു ഭക്തൻ അപേക്ഷിക്കുന്നുണ്ട്. മഹാപ്രഭു ഇവിടെ വന്ന് അവതരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഒരു വൈഷ്ണവന്റെ റിയൽ മൂഡ് എന്താണെന്ന് വെച്ചാൽ അതിനകത്തൂടെ കാണിക്കുന്നത് തന്നെ ഒരു അദ്ദേഹം അപേക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അവര് പാപികളാണെങ്കിൽ ആ പാപം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നരകത്തിലോട്ട് പോയാലും സാരമില്ല, പക്ഷെ അവരെല്ലാം ഭഗവാൻ മോചിപ്പിക്കണേ എന്ന് പറയുന്നുണ്ട്. അവരെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മുക്തി കൊടുക്കണേന്ന് ഒരു ഭക്തൻ ആവശ്യം. അപ്പം പ്രഭാതിന്റെ ഒരു ലെക്ചറിൽ ഇത് പറയുന്നുണ്ട്, ഒരു പ്യൂർ വൈഷ്ണവന്റെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അവര് എന്ത് സഫർ ചെയ്താലും പ്രശ്നമില്ല, പക്ഷെ മറ്റുള്ളവരെ ആ പാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഭക്തന്റെ മൂഡാണ് ഒരു പ്യൂർ വൈഷ്ണവന്റെ മൂഡെന്ന് പ്രഭാത് ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്. 1972 വൃന്ദാവനിൽ കൊടുത്തൊരു ലെക്ചറിലാണ് പ്രഭാത് പറയുന്നുണ്ട് ഒരു പ്യൂർ വൈഷ്ണവന്റെ മൂഡ് എന്ന് വെച്ചാൽ അദ്ദേഹം നരകത്തിൽ പോയാലും സാരമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അവർക്ക് ഭഗവാന്റെ പാദങ്ങളിൽ എത്തണേ എന്ന ഒരു വൈഷ്ണവൻ. അപ്പൊ അതൊരു പ്യൂർ വൈഷ്ണവന്റെ ക്വാളിറ്റി ആയിട്ടാണ് പ്രഭാത് അത് പറയുന്നത്. അല്ലാതെ ഞാൻ ഭഗവാന്റെ അടുത്ത് പോയിട്ട് മറ്റുള്ളവർ നരകത്തിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു പരിശുദ്ധ വൈഷ്ണവന്റെ ക്വാളിറ്റി അല്ല എന്ന് പ്രഭാത് അതിനകത്ത് പറയുന്നുണ്ട്. അതിന് നമ്മള് ഒരു വൈഷ്ണവർ എന്ന് വെച്ചാൽ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. എല്ലാ എന്നുവെച്ചാൽ ഇവിടെ എല്ലാ പതിത ആത്മാക്കൾക്കും വേണ്ടിയിട്ട് അവരെ മോചിപ്പിക്കാനുള്ള മനസ്സെടുക്കുന്നവരാണ് ഒരു പ്യൂർ വൈഷ്ണവർ എന്ന് പറയുന്നത്. വീണുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് പ്യൂർ വൈഷ്ണവൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രഭാത് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനാണ്. എന്നുവെച്ചാൽ അദ്ദേഹം ജീസസ് ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ സകലരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് വേണ്ടിയിട്ട് അദ്ദേഹം ക്രൂശിക്കപ്പെട്ട ഒരവസ്ഥ. അപ്പൊ അത് ഒരു പ്യൂർ വൈഷ്ണവന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പ്രഭാത് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനാണ്. പിന്നെ ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തിന് പറയുന്നുണ്ട്, പിന്നെ നിത്യാനന്ദ മഹാപ്രഭു. അപ്പൊ ഇവരുടെ എല്ലാം നമ്മള് പാസ്റ്റ് ടൈംസ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവരെല്ലാ പേരും ഈ പതിതാത്മാക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച
ശ്രമിച്ച വ്യക്തിത്വങ്ങളായിരുന്നു. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരെല്ലാം ഒരു പ്യുവർ വൈഷ്ണവരായിരുന്നു. അവര് ഒരുപാട് വേദനകളെല്ലാം സഹിച്ചിട്ടാണ് അവരെ ഓരോരുത്തരെയും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് അതിനും പ്രഭാതം അതിന് നമുക്ക് നമ്മുടെ എല്ലാ ആചാര്യന്മാരും നമുക്ക് അതിനകത്ത് എക്സാമ്പിൾ തന്നെയാണ്. അവരെല്ലാവരും അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് സാധാരണ നമ്മുടെ പരിതാത്മാക്കളായ എല്ലാവർക്കും വേണ്ടിയിട്ട് അവരത്രയും അവർ എന്നുവെച്ചാൽ ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഭക്തന്മാരെ സേവിക്കുന്ന ആൾക്കാരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അവിടെ ഭഗവാൻ എന്തുകൊണ്ട് അവരെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം അവർ മാറ്റിവെച്ച് ഭഗവാന് വേണ്ടി ജീവിതം അവരെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവര് ഭഗവാനെ കോൺസെൻട്രേഷൻ ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവര്. അപ്പൊ അങ്ങനെയുള്ള ഭക്തരെ സേവിക്കുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഇതിനകത്ത് നമുക്ക് പറയുന്നത് എന്ന് വെച്ചാൽ വൈഷ്ണവ സേവ എന്ന് കൂടുതലും പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭഗവാനെ സേവിക്കുന്നതായിട്ട് ഭഗവാന്റെ ഭക്തരെ സേവിക്കുന്നതാണ്. അവരെ സേവിക്കുന്നത് കൂടിയാണ് നമുക്ക് കൂടുതലും ഭക്തിയിലോട്ട് ഉയരാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് ഏത് ഭക്തന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മള് മുതിർന്ന ആചാര്യന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ എല്ലാം ജീവിതം എന്ന് വെച്ചാൽ അവരെല്ലാം അവരുടെ ഗുരുവിനെ അനുസരിച്ച് അവരുടെ എന്ന് വെച്ചാൽ അവര് എന്ത് പറയുന്നു അതനുസരിച്ച് അത് ഫോളോ ചെയ്ത് വന്നത് കൊണ്ടാണ് അവർക്ക് അത്രയും ഉയരങ്ങളിൽ എത്താൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഭക്തന്മാരെല്ലാം ഒരു വൈഷ്ണവരുടെ കീഴിൽ നിന്നും നമ്മൾ ഓരോന്നും ഒരു കാര്യങ്ങളായിരുന്നാലും നമ്മൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് ഭക്തിയിലോട്ട് വരുന്ന വെച്ചാൽ അങ്ങനെയുള്ളവര് അവരെ വൈഷ്ണവരെ ഒബേ ചെയ്യാൻ നമ്മൾ അവരെ ബഹുമാനിക്കാൻ പഠിക്കുന്ന മാത്രമേ തന്നെ നമുക്ക് ഭക്തിയിലോട്ട് ഉയരാനായിട്ട് ഭഗവാൻ ചാൻസ് തരുകയാണ്. എന്നുവെച്ചാൽ അപ്പോഴത്തന്നെ ഭഗവാൻ നമ്മൾ പ്രീതരാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ വൈഷ്ണവരെ ഒബേ ചെയ്ത് നമ്മൾ ജീവിച്ചു വരുന്നോ അതനുസരിച്ച് ഭഗവാനും നമ്മൾ പ്രീതരായിക്കൊണ്ടിരിക്കും. ഭഗവാൻ ഏറ്റവും ഇഷ്ടം വൈഷ്ണവരെയാണ്, ഭക്തന്മാരെയാണ്. അപ്പം ഭക്തന്മാര് മാതാജി സൗണ്ട് കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തൊണ്ട കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സൗണ്ട് കുറഞ്ഞിരിക്കുന്നത്. അത് ഹരേകൃഷ്ണ പ്രഭു കേൾക്കുന്നുണ്ടോ? കറക്റ്റ് ജസ്റ്റ് ഒരു മെസ്സേജ് ഇങ്ങനെ ലെസ് ഓഡിയബിൾ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നായിരുന്നേ. അത് മാജിയുടെ ചില സമയത്ത് സൗണ്ട് കുറഞ്ഞു പോകുന്നു മാജി, ചില സമയങ്ങളിൽ കുറഞ്ഞു പോകുന്നു. ഹരേകൃഷ്ണ. അപ്പം നമുക്ക് ഭഗവാന്റെ ഒരു മൂടെന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ട് ഭക്തന്മാരെ നമ്മൾ ഒബേ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ക്രമേണ ഭക്തിയിലോട്ട് ഉയരാൻ പറ്റും. നമ്മൾ ഏത് വൈഷ്ണവരുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ഉന്നതിയിലോട്ട് എത്തുന്നതിന്റെ അതിന്റെ പിന്നിലുള്ള ഏറ്റവും മെയിൻ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ഒബീഡിയന്റ് ആയിട്ടുള്ള ആത്മാക്കളായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് കൂടുതൽ നമുക്ക് ഭക്തിയിലോട്ട് ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ കൊടുക്കുന്നത്. അപ്പൊ എത്രത്തോളം നമ്മള് ഒബീഡിയന്റ് നമ്മള് അനുസരണയോടെ നമ്മള് ഒരു വൈഷ്ണവരെ അനുസരണയുള്ള അനുസരിക്കാൻ നമ്മൾ പഠിക്കുന്നു. അതനുസരിച്ച് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തരുകയും ചെയ്യും. അപ്പൊ ഭഗവാൻ എന്ന് വെച്ചാൽ അത്രയും കാരുണ്യമൂർത്തിയാണ്. നമ്മുടെ മൈൻഡില് അവിടെ നമുക്ക് അനുസരിക്കാനുള്ള ഒരു മൂഡ് ഓട്ടോമാറ്റിക്കലി വന്നു. അവിടെ ഒരു വൈഷ്ണവരെ അനുസരിക്കാനുള്ള ഒരു മൂഡ് വന്നപ്പോ തന്നെ ഭഗവാൻ നമുക്ക് പാത നമുക്ക് തുറന്നു തരുകയും അപ്പൊ നമുക്ക് മുന്നോട്ട് വരാനുള്ള അപ്പൊ നമ്മളുള്ള ഈഗോ, അഹങ്കാരം ഇതെല്ലാം നമുക്ക് ആരെ അനുസരിക്കാനുള്ള ഒരു മൂഡ് നമുക്ക് ഇല്ല എങ്കിൽ
ഭഗവാൻ നമുക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു വഴി നമുക്ക് തുറന്നു തരൂല. നമുക്ക് മുന്നോട്ട് ഭക്തിയിലോട്ട് മുന്നേറാനോ നമുക്ക് എന്ത് കാര്യത്തിനായിട്ടും നമുക്ക് മുന്നേറാനുള്ള ഒരു വഴി ഭഗവാൻ നമുക്ക് തുറന്നു തരും. നമ്മളവിടെ ഒബീഡിയന്റ് ആണ്, നമ്മൾ അനുസരിക്കാൻ പ്രാപ്തരാണെന്ന് മനസ്സിലാവുന്ന ആ നിമിഷം തന്നെ ഭഗവാൻ നമുക്ക് അതിനുള്ള പാതകൾ നമുക്ക് തുറന്നു തരുകയും ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ഭഗവാൻ നമുക്ക് ഗൈഡൻസ് തരും അവിടെ. എന്നുവെച്ചാൽ അവിടെ നമ്മൾ അതിന് പ്രാപ്തമായി, നമ്മൾ മുന്നോട്ട് പോകാൻ പ്രാപ്തമായെന്ന് കാണുമ്പോൾ തന്നെ ഭഗവാൻ നമുക്ക് ഓരോരോ വഴികൾ നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും നമുക്ക് എങ്ങനെ എന്ത് കണക്ട് ചെയ്തപ്പോ നമ്മൾ പോലും അറിയാതെ തന്നെ ഭഗവാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് നമ്മള് വിനയത്തോടു കൂടി ഒരു വൈഷ്ണവരെ അനുസരിക്കാനുള്ള ഒരു മൂഡ് നമ്മൾ കൊണ്ടുവരിക. അപ്പൊ അത് വെച്ചാൽ അത് ക്രമേണ നമുക്ക് സാധിക്കുള്ളൂ. ഒരു വൈഷ്ണവരെ നമുക്ക് എങ്ങനെ അനുസരിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ്ലി ഒന്ന് നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ഒരാളുടെ കീഴിൽ നമ്മൾ അത് എങ്ങനെ അഭ്യസിക്കും, അല്ലെങ്കിൽ അവർ പറയണത് നമ്മൾ എങ്ങനെ കേൾക്കും, അല്ലാതെ നമ്മൾ അവരുടെ മുന്നിൽ നമ്മൾ താന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കതൊരു കുറച്ചിലല്ലേ എന്നൊക്കെ സത്യത്തിൽ ചിലപ്പോൾ നമുക്കത് തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ ആ ഭാഗം ഒന്നും മാറ്റി നമ്മൾ വെച്ച് നമ്മളൊരു ഒബീഡിയന്റ് ആയിട്ട് നമ്മൾ പോകാനുള്ള ഒരു മനസ്സ് വരുമ്പോൾ തന്നെ ക്രമേണ നമുക്ക് ഭഗവാൻ അതിനുള്ള ചാൻസസ് തരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന് ഭഗവാൻ നമുക്കൊരു ചാൻസ് തരുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് നമുക്ക് ഈ സെക്കൻഡ് പാരഗ്രാഫ് നോക്കണം. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഭഗവത് ഭക്തവരെ ഭഗവാനെ തന്നെ ആദരിക്കുന്നു. അത്തരം ഭഗവത് ഭക്തന്മാരെ മഹാത്മാക്കൾ എന്ന് അഭിസംബോധന ചെയ്യുന്നു. മാത്രമല്ല പ്രത്യേക സ്ഥലകാലത്തിനനുസരിച്ച് അവര് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നു. ഭഗവത് ഭക്തർ ജനങ്ങളെ ഭഗവാന്റെ ഭക്തരാക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. അവർ ഭഗവാൻ എന്ന അപ്പൊ ഇവിടെ നമ്മൾ മഹാത്മാ എന്ന് പറയുന്ന ഒരു ഈ ഒരു വേർഡിനോട് അർത്ഥം സ മഹാത്മ സ സ്യാത്മ സേവയ സ്യാൻ മഹത് സേവയ സ്യാൻ മഹത് സേവയ ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു മഹാത്മാവായ വ്യക്തി എന്ന് വെച്ചാൽ അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു വൈഷ്ണവന നമ്മൾ അവരുടെ മുന്നിൽ നമ്മൾ ഒബീഡിയന്റ് ആക്കി ഇരുന്ന് നമുക്ക് വരാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ അവര് അത്രയും അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ദുർലഭം. ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്. ഭഗവത്ഗീത 7:19 പറഞ്ഞിട്ട് ബഹുനാൻ ജന്മനാം വന്ദേ ജ്ഞാനവാൻ പ്രവർത്തന്റെ വാസുദേവ സർവ്വവിദ്യേ സാ മഹാത്മാസ ദുർലഭം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മഹാത്മാക്കൾ ദുർലഭമാണ്. എന്ന് വെച്ചാൽ ഒരു ഒരാളൊരു കാവ്യ വസ്ത്രം ധരിച്ചത് കൊണ്ട്, ഒരു സാഫ്രോൺ ഇട്ടത് കൊണ്ടൊന്നും നമുക്ക് ആ ഒരു വ്യക്തി ഒരു മഹാത്മാവെന്ന് പറയാൻ പറ്റൂല. അവരെ എത്രത്തോളം ഭഗവാന്റെ കാര്യത്തിൽ അവർ ഒബീഡിയന്റ് ആയിട്ടും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് ഒരു വ്യക്തി മഹാത്മാവെന്ന് പറയുന്നത്. അപ്പൊ അതും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഒത്തിരിയും ജന്മാന്തരങ്ങൾ എടുത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആ നിലവാരത്തിലോട്ട് ഉയർന്നു വരാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും കുറച്ച് നമുക്ക് കാര്യങ്ങൾ നമ്മൾ അറിയാമെങ്കിലും നമ്മൾ കുറച്ച് വായിക്കുക മനസ്സിലാക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്തോ നമ്മൾ എല്ലാം ഭയങ്കരമായിട്ട് നമ്മൾ പഠിച്ചു എന്നും നമ്മൾ എന്തോ വലിയൊരു ആളാണെന്നൊക്കെ ഉള്ള ഒരു നോർമലി നമ്മുടെ മൈൻഡിൽ ഒരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ സത്യത്തിൽ ഇതൊന്നും ഒന്നുമേ അല്ല എന്ന് നമുക്ക് തോന്നുന്ന നിമിഷങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഒരു അഹങ്കാരം ഉണ്ടാകുന്ന സമയത്ത് ഭഗവാൻ നമുക്ക് അതിന് കുറയ്ക്കാനുള്ള മാർഗങ്ങളും ഭഗവാൻ നമുക്ക് തരും. അത് ഏതെങ്കിലും വഴിയിലൂടെ ഭഗവാൻ നമ്മുടെ ആ അഹങ്കാരത്തിന് വെച്ചാൽ അത് ഭഗവാൻ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ തരുന്നതെന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മൾക്ക് അത്രയും പ്രീതിയുണ്ട്. നമുക്ക് അത്രയും ഭഗവാന്റെ പ്രീതി ഭഗവാൻ നമ്മൾ ഇത്രയും പ്രീതിയുള്ളത് എന്തുകൊണ്ടാണ്? നമ്മള് അതിനെ ഓവർകം ചെയ്ത് വരണം. നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ ഇത് എല്ലാ മൂടുകളും നമ്മൾ മാറ്റി തിരിച്ച് നമ്മൾ ഭഗവാനക്ക് പ്യൂറായിട്ട് വരണം. അത് കരുതിയിട്ടാണ് ഭഗവാൻ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ തരുന്നത്. നമ്മുടെ മൈൻഡിൽ അത് നമുക്ക് ഒരുപാട് ഭക്തന്മാർക്ക് നമുക്ക് ഭഗവതിനകത്ത് തന്നെ പല പല എക്സാമ്പിളുകളും ഭഗവാൻ അത് പറയുന്നുണ്ട്. ഓരോ ഭക്തന്മാർക്ക് എന്തെങ്കിലും അവസ്ഥകൾ വന്നപ്പോഴും ഭഗവാൻ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ അഹങ്കാരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിലാണ് നമുക്ക് അത് മുന്നോട്ട് പോയാൽ നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത്.
ഭഗവാൻ നമുക്ക് അത്രയും വൈഷ്ണവരും പിന്നെ പല വൈഷ്ണവരും നമ്മുടെ അടുത്ത് നമുക്ക് നമ്മളെയുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരും. ചിലര് നമ്മളടുത്ത് ദേഷ്യത്തോടെ സംസാരിക്കും, ചിലര് സമാധാനത്തോടെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഉയർന്നു വരാം, നമുക്ക് ഭക്തിയിലോട്ട് നമുക്ക് ഉയർന്നു വരാൻ പറ്റും. അപ്പൊ എവിടെയും ഏത് കാര്യത്തിലും നമുക്ക് ആ ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു മനസ്സ്, നമുക്ക് അനുസരണശീലമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഭഗവാന്റെ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഉയർന്നു വരാനായിട്ട് പറ്റും. നമുക്ക് ഭക്തിയിലോട്ട് ഉയർന്നു വരാനായിട്ട് നമുക്ക് ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു ഭഗവാനും ഇഷ്ടമുള്ള ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു വരുന്ന സമയത്താണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ നമ്മളിലുള്ള ബാഡ് കുറേ ദുശീലങ്ങളെല്ലാം നമുക്ക് മാറി ഉയർന്ന ഗുണങ്ങളിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അത്രയും നമുക്ക് പ്യുവറായിട്ടുള്ള വൈഷ്ണവരുടെ സംഘങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഉയർന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം പലപ്പോഴും പല ഭക്തന്മാരോടുകൂടിയും ക്ലാസ് സമയത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, പേഴ്സണൽ ആയിട്ട് ഓരോരുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് എന്തുകൊണ്ട് നമുക്ക് നമ്മള് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഉയർന്നു വരാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പല ഭക്തന്മാരടുത്തും നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ കുറച്ച് സമയം നമ്മൾ നല്ല രീതിയിൽ ഭക്തി ചെയ്യും, കുറച്ച് സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകും. അപ്പം അതിന് റീസൺ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഏത് നിലവാരത്തിൽ നമ്മൾ നിൽക്കുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഭാഗം പഠിക്കുന്നുണ്ട്, നമ്മൾ ചാറ്റിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരുപാട് നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല വൈഷ്ണവരുമായിട്ട് നമുക്ക് സംഘം ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് നമുക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ എവിടെയാണ് നമുക്ക് തടസ്സം നേരിടുന്നതെന്ന് നമ്മൾ സ്വയമേ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ അറിയാം, നമുക്ക് എവിടെയാ നമ്മുടെ കുറവുകൾ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഇപ്പൊ നമ്മൾ എത്ര നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഉയർന്നു വരാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്കത് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും ഭഗവത്ഗീത ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മള് ഇത് മാല നമ്മുടെ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ് ചെയ്തിട്ടും നമുക്ക് ഉയർന്നിരിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് എവിടെയോ അതിൻ്റെതായ പാളിച്ചകളുണ്ട്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നമ്മൾ ഉയർന്നു വരാൻ നമ്മൾ ശ്രമിക്കും. ഇപ്പം ഒരു 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 ഡിവോട്ടി നമ്മള് നമുക്ക് പറഞ്ഞു തരുന്നതിൽ ഒരു പരിമിതിയുണ്ട്. അവര് നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി നമ്മൾ ഉപദേശിക്കുന്നതിൽ നമുക്ക് ഒരു പരിമിതികളുണ്ട്. പക്ഷെ നമ്മളെ തന്നെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുന്ന സമയത്താണ് അവിടെ നമുക്കൊരു ഉയർച്ചകൾ നമുക്ക് ഉണ്ടാകുന്നത്, ഏത് കാര്യത്തിനായിരുന്നാലും. അപ്പൊ അതിന് നമ്മൾ ഗുരുവിന്റെ അടുത്തും ഭഗവാന്റെ അടുത്തും മഹാരാജന്റെ അടുത്തെങ്കിലും നമ്മൾ പ്രേയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് എവിടെ പാളിച്ചകളുണ്ട്, നമുക്ക് ഉയർന്നു വരാൻ പറ്റാത്തതിൽ നമുക്ക് എവിടെ പാളിച്ചകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ വരുന്നത്. പിന്നെ നമ്മൾ വൈഷ്ണവരോട് നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഉയർച്ച. ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാൻ അത്ര കാരുണ്യമൂർത്തിയാണ്. വൈഷ്ണവരും ഗുരുക്കന്മാരെല്ലാവരും അത്രയും കാരുണ്യമായിട്ട് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഉദ്ദേശം എന്താണ്, നമ്മൾ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ആരും ഭക്തി ചെയ്യുന്നവരാരും ബാക്കിലോട്ട് പോകരുതെന്ന് ആഗ്രഹിക്കില്ല. ഒരാൾ തന്നെ ഒരു ബാക്കിലോട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഷ്ണവൻ എപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കുറച്ച് ബാക്കിലോട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അപ്പൊ അതിൽ നിന്ന് ഉയർന്നു കൊണ്ടുവരാം. അപ്പൊ അതാണ് സാധാരണ ചില ഭക്തന്മാരെല്ലാം നമ്മൾ ക്ലാസ്സിൽ തന്നെ സൺഡേ തന്നെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരം നമ്മൾ കാണുന്നവരെ നമ്മൾ കണ്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അവരെന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, എന്താ അവർ മാറി നിൽക്കേണ്ട കാര്യം. അപ്പൊ അത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ മൈൻഡിൽ എപ്പോഴും ഈ പ്യുവർ ആയിട്ടുള്ള ഒരു വൈഷ്ണവ മൈൻഡിൽ എപ്പോഴും എന്താണ്, എല്ലാവരും നമ്മളെല്ലാവരും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒത്തുകൂടിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതില് ഒരാൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അത്
അവരുടെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് നമുക്ക് ടെമ്പിളോട്ട് ക്ഷണിക്കാനോ അല്ലെങ്കിൽ അവരെ കാര്യങ്ങളോട്ട് തിരിച്ചു കൊണ്ടുവരാനോ ശ്രമിക്കുക. ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ഡിവോട്ടീസും അങ്ങനെയാണ്. ഭക്തന്മാരായിട്ട് വെച്ചാൽ അവർക്ക് അത്രയും ഒരു സ്നേഹം, നമുക്ക് പുറത്തുള്ള ആൾക്കാരെക്കാട്ടിയും അത്രയും ഒരു സ്നേഹം ഭക്തന്മാരായിട്ട് എല്ലാരും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിന് കണ്ടില്ലെങ്കിൽ തന്നെ ഒരു പ്രോഗ്രാത്തിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ നമ്മൾ ഇതിനെ കണ്ടില്ലെങ്കിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാവരും ആ ഒരു ബോണ്ടേജ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ആ ഭക്തന്മാരുടെ ഒരു വലയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനും ഉണ്ട്. അപ്പൊ അത് നമ്മളത് അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും നിന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. അത് ആ ഒരു വലയത്തിനകത്ത് നമുക്ക് ഈ ഒരു ഭക്തന്മാരുടെ ഈ ഒരു കൂട്ടത്തിനകത്ത് നമുക്ക് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ഭക്തി. എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ചെറിയ ചെറിയ വിഷയങ്ങളുള്ളൂ. പക്ഷെ നമുക്ക് ഈ കൂട്ടത്തിനകത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ഭഗവാൻ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ തരുന്നത്. നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഭഗവാന്റെ കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ എൻഗേജ് ചെയ്യാനും എല്ലാം നമുക്കൊരു അവസരങ്ങൾ തരുന്നത് ഭക്തന്മാരുമായിട്ട് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ്. അപ്പം അതൊക്കെ തന്നെ മഹാരാജും ഭക്തന്മാരെ എല്ലാവരും നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ആൾവേസ് നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു ഭഗവാന്റെ കാര്യത്തിൽ. ഏത് കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മാക്സിമം അത് ഇപ്പം എനിക്ക് തന്നെ എനിക്ക് 1 to 5 ആയിരുന്നു ക്ലാസ് വന്നിരുന്നത്. അപ്പൊ എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ക്ലാസ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചത്. അങ്ങനെ അധികം ഞാൻ പ്രിപ്പയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയില്ല. അപ്പം ഈ ക്ലാസ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഒരു മാതാജിക്ക് ഈ ക്ലാസ് മരുപ്പിന് മാതാജി എടുക്കാനിരുന്ന ക്ലാസ്സാണ്. അപ്പൊ മാതാജിക്ക് സൗകര്യമുള്ളത് ഞാനത് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ ക്ലാസ്. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടല്ല ഈ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അത്രയെങ്കിലും നമുക്ക് നമ്മൾ വായിക്കുകയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അതിലും മാക്സിമം നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സർവീസ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് എന്ത് സർവീസ് നമുക്ക് ഉണ്ടെങ്കിൽ ഭഗവാൻ സർവീസ് നമ്മൾ ചോദിച്ച് നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഏത് കാര്യത്തിനായിട്ടും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഭഗവാനെ കുറിച്ചായിരുന്നാലും അല്ലെങ്കിൽ ആ ശ്ലോകത്തെ കുറിച്ചായിരുന്നാലും ഏതിനെ കുറിച്ചായിരുന്നാലും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തുറന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമ്മൾ ആ ഒരു മൂഡ് നമ്മൾ കൊണ്ടുവരാൻ, എന്ത് കാര്യത്തിലായിരുന്നാലും നമ്മൾ ഓപ്പൺ ആയിട്ട് നമുക്ക് തുറന്ന് ചോദിച്ച് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉയർന്നു വരാൻ പറ്റും. അതായത് നമ്മൾ എല്ലാവരുടെ മനസ്സിലും കുറെ ദേഷ്യങ്ങളും നമുക്ക് അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ അത് ചെയ്ത് വരുന്ന സമയത്ത് കുറെ നമുക്കതങ്ങ് മാറും. ഓട്ടോമാറ്റിക്കലി നമുക്കതങ്ങ് മാറി നമുക്ക് പോകും. അപ്പം നമുക്ക് കൂടുതൽ ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട്, ഭക്തന്മാരുമായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കുക. ഇതിന് നന്നായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഏതായിട്ട് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട്. അപ്പം ഭക്തന്മാര് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തന്മാർക്ക് എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാൻ നോക്കണം. അരക്ഷ മാതാജി, അർച്ചനാസിദ്ധി മാതാജി വലിയ സൈലന്റ് ആയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല സന്തോഷം. പോയിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടെങ്കിലും മാതാജി ആഡ് ചെയ്തോണം. മാതാജി എനിക്കിപ്പോ മാതാജി പറഞ്ഞു കേട്ടോ, നമ്മള് മാതാജി പറഞ്ഞു ഭക്തന്മാരുമായിട്ടുള്ള ആ കൂട്ടുകെട്ട്, സ്നേഹം, ബന്ധം, ആഴത്തിലുള്ള ബന്ധം, ഇതൊക്കെ പുലർത്തിക്കൊണ്ട് പോകേണ്ടതാണ്. അതിന് നമുക്ക് പലപ്പോഴും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ഭക്തന്മാരുമായിട്ട് കൂടെ. അങ്ങനെയാണ്. അതായത് ഒരു വൈഷ്ണവനോട് ഒരാൾക്കും ഒരിക്കലും ഒരു കോപം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടായാലുള്ള ദോഷങ്ങളുടെ ഫലങ്ങൾ എത്രയും പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ മാതാജി പറഞ്ഞതില് ഇപ്പൊ ഭഗവാന് ഒരു വൈഷ്ണവന്റെ ഒരു ഭക്തനെ തൊട്ടാൽ ഭഗവാൻ സഹിക്കില്ലെന്നാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ
ഭക്തൻ അഹങ്കരിച്ചാലും ഭഗവാൻ വിടില്ല. ഇത് 2 കാര്യവും ഭഗവാൻ ഭയങ്കര നിർബന്ധം. അപ്പൊ അതിനൊരു കഥ 1, 2 കഥയുണ്ട് അർജുനന്റെ യുദ്ധം കഴിഞ്ഞിട്ടുള്ള അത്. ഭീമന് യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരു സ്വന്തം അഹങ്കാരം. ഞാനാണ് എന്റെ കഴിവ്. അപ്പൊ എല്ലാരും പറയും ഭഗവാൻ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചതെന്നൊക്കെ പറയും. സമ്മതിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് ആള് ഇതൊക്കെ സമ്മതിക്കുമെങ്കിലും പുറമേ ഒരു അഹങ്കാരം. ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാണ്. അങ്ങനെ അപ്പൊ അതായത് ഞാനിത് പറയുന്ന ഭഗവാന്റെ ഭക്തൻ അഹങ്കരിച്ചാൽ ഭഗവാൻ വിടൂലെന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ഭീമനൊക്കെ ആരാണ്? ഭഗവാന് സമ്മതം ഇതാണെങ്കിലും ഒരു അഹങ്കാരം കുറച്ചു കൊടുക്കണമല്ലോ എന്നും പറഞ്ഞ് ഒരിക്കൽ വിളിച്ചോണ്ട് പോകും. ഒരു ചെറിയ കഥ. 2 കഥയുണ്ട്, ഒരു ചെറിയ കഥ. വിളിച്ചോണ്ട് പോയിട്ട് ഗരുഡന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് പോയിട്ട് ഒരു തടാകത്തിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയും, ആ തടാകത്തിന്റെ ആഴം ഒന്ന് അളന്നിട്ട് വരാൻ പറയും. അപ്പൊ ഭീമൻ അങ്ങനെ ഇറങ്ങും. ഇറങ്ങുമ്പോഴത്തേക്കും കാലെല്ലാം വഴുതി ജലത്തിലോട്ട് അങ്ങ് പോകുകയാണ്. ആൾക്ക് ഒരു ഗ്രിപ്പില്ലാത്ത രീതിയിൽ അങ്ങ് പോകും. അന്നേരം കാവൽക്കാർ ഈ തടാകത്തിന് ചുറ്റും നിൽക്കുന്ന കാവൽക്കാർ ഭീമനെ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പൊ സഖി കിടമ്പം കൃഷ്ണാന്ന് വിളിക്കും. അപ്പൊ ഭഗവാൻ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ട് പറയും, അതിനകത്ത് പിടിച്ച് കയറി ഇനി പോരേന്ന് പറയും. ഞാൻ പറഞ്ഞു തരുന്ന ഭക്തന് ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ട ഭക്തന്മാർക്ക് തെറ്റ് പറ്റിയാൽ ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പൊ ഭീമൻ ഇതിൽ കയറി ഇനി വന്നിട്ട് അപ്പൊ ഭഗവാൻ ചിരിച്ചിട്ട് പറയും, ഇത് കുംഭകർണനല്ലേ, കുംഭകർണന്റെ തലയൊട്ടിയിലെ ജലമായിരുന്നു അതെന്ന് പറയും. അപ്പൊ ഭഗവാൻ കാര്യം മനസ്സിലാകും. അതളക്കാനുള്ള ശേഷി പോലും, അതിന്റെ അളവെടുക്കാനുള്ള ശേഷി പോലും എനിക്കില്ലാതെ. ഇപ്പൊ ഭഗവാൻ മനസ്സിലാക്കും, വേഗം ഭഗവാന്റെ പാദങ്ങളിൽ വീഴും. അതുപോലെ നമ്മൾ വൈഷ്ണവർ ഒത്തു നിൽക്കുക, ഒത്തു സ്നേഹത. പലപ്പോഴും ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ ഒരു പ്രായമായതുകൊണ്ടായിരിക്കും, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണത്. എപ്പോഴും നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. പിന്നെ അതല്ലെങ്കിൽ ഞാൻ പറയും, ഭക്തന്മാർ തമ്മിൽ അടി കൂടട്ടെ, അതിന് പ്രശ്നമില്ല. ഈ കർമ്മികളുമായിട്ട് പോയി അടി കൂടുന്നേക്കാൾ എത്രയോ ഭേദമാണ് തമ്മിൽ ഭേദം എന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ മാതാജി പറഞ്ഞത് വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പറഞ്ഞില്ലേ നമ്മള് 16 മാല ജപിച്ചു, ഭാഗവതം വായിച്ചു. സൗണ്ട് കുറച്ചുകൂടെ. ഹരേ കൃഷ്ണ മാജി. മാജി പറഞ്ഞില്ലേ മാജി 16 റൗണ്ട് ജപിച്ചു, ഭാഗവതം വായിച്ചു, ഭഗവത്ഗീത വായിച്ചു. എന്നിട്ടും നമ്മള് എന്താണ് മാതാജി ഉദ്ദേശിച്ചത്? അതായത് എന്നിട്ട് നമ്മള് കാര്യം ഇത്രയും നമ്മളിപ്പം നമ്മളുടെ ആ ഒരു റൂൾ അനുസരിച്ച് നിയമങ്ങളും പാലിച്ച് ഭഗവാന്റെ സേവ ചെയ്തു. സൗണ്ട് ക്ലിയർ ആവുന്നില്ല മാജി. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ മാജി? എനിക്ക് കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. സൗണ്ട് കുറവ് മാജി, കേൾക്കണില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ മാജി? ഓക്കെ മാജി, നമ്മള് ആക്ച്വലി മാജി പറഞ്ഞു 16 റൗണ്ട് ജപിച്ച്, ഭാഗവതം വായിച്ച്, ഭഗവത്ഗീത വായിച്ചു, എന്നിട്ടും നമ്മൾ ചെയ്യുന്നില്ല. അതായത് നമ്മളുടെ ഭക്തിയിൽ നമ്മൾ വരുമ്പോ ഭക്തന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് 16 മാല ജപിച്ചു ഇതെല്ലാം. പക്ഷെ മാജി എന്റെ ഒരു ഇതില് എനിക്ക് തോന്നുന്നു 16 മാലയും ജപിച്ച്, ഭാഗവതവും വായിച്ച്, ഭഗവത്ഗീതയും വായിക്കുന്നവർ ഒരിക്കലും ഈ പറഞ്ഞ പോലെ വൈഷ്ണവ അപരാധങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നില്ല. ഇതിലെവിടെയോ മിസ്റ്റേക്സ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റാത്തത്. കാര്യം ചെയ്യുന്നത് ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിന് പ്യൂരിറ്റി വരണ്ടേ? കാര്യം അതല്ലേ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. എൻ്റെ ഒരു ഡൗട്ടാ. കാര്യം ഇതൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു വ്യക്തി ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്ത് വരത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിന് നമ്മളുടേതായ ഒരു ഡെഡിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ടായിരിക്കില്ലേ? ഇപ്പൊ മാജി പറഞ്ഞു മാജിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം കുറച്ചുകൂടെ നമുക്ക് ഔട്ട്പുട്ട് ഇടാൻ പറ്റും, അല്ലെ ഇൻപുട്ട് ഇടാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായിട്ടും നമ്മൾ അത്രത്തോളം ഇൻപുട്ട് ഇടാതെ ഒരു കാര്യം ചെയ്യുന്നോണ്ടായിരിക്കില്ലേ അതിന്റെ എഫക്റ്റും നമുക്ക് കുറഞ്ഞു പോകുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പം ഇതിൽ ക്ലാസ് ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ, പക്ഷെ എന്റെ തിരക്കുകൾ കൊണ്ട് എനിക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, അത് നമ്മുടെ മിസ്റ്റേക്ക് എന്നാണ് മാജി പറഞ്ഞത്. ഓക്കെ, അതാ ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നു മാജി. നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താല് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ട് നമുക്ക് വളരാൻ പറ്റുന്നില്ല എന്നുള്ള അത് നമ്മുടെ തെറ്റാണെന്ന് പറയുന്നത്. നമുക്കത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് മനസ്സിലായി. ഇപ്പം ഓട്ടോമാറ്റിക്കലി
നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് തന്നെ ഒരു ഇത് തോന്നൂലേ മാജി? നമുക്ക് കൂടുതൽ എന്താ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എവിടെ നിൽക്കുന്നു? ഞാൻ അത്രത്തോളം ഇത് ഡിവോഷനിൽ നമ്മൾ അത്രത്തോളം ഉയർന്നു വരികയാണോ? ഇത് നമുക്ക് ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ നമ്മള് ഭക്തന്മാരായിട്ട് നമ്മള് പല ക്ലാസ്സിലും പല ഭക്തന്മാരും ചോദിക്കാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പലരും നമ്മൾ ചോദിക്കണതെന്ന് വെച്ചാൽ ഓരോരുത്തര് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് അവിടെ ബ്രേക്ക് ആവുന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്താ എന്നൊക്കെ പല പല ക്ലാസ്സുകളിലും നമ്മൾ പലരും നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു ലാസ്റ്റ് ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടത്, നമ്മൾ സംഘർഷ അധികാരി മഹാരാജ് വന്നപ്പം ആ മാതാജിയുടെ അടുത്ത് ഒരു ഡിവോട്ടി ചോദിക്കുന്നതാണ്, നമ്മൾ ചില സമയത്ത് നമ്മള് ക്ലാസ് നമ്മൾ ഭയങ്കര ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യും, ചില സമയത്ത് നമ്മൾ ഡൗൺ ആയിപ്പോഴും എന്തുകൊണ്ട്? അപ്പൊ മാതാജി ഒരൊറ്റ വാക്കേ പറഞ്ഞു, നമ്മൾ സിൻസിയർ അല്ല എന്നൊരു വാക്കാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ എന്നുവെച്ചാൽ നമ്മുടെ മിസ്റ്റേക്ക് എന്നാണ് അത് പറഞ്ഞത്. മാതാജി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്ക് അതോടെ ഉയർന്നു വരാൻ പറ്റാത്തത്. അപ്പൊ അത് വേറെ ഒരു പ്രശ്നമല്ല, നമ്മളെ ജപത്തിന്റെയോ അല്ല അതിനാണ്. അപ്പൊ സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അതിൻ്റെതായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഉറപ്പായിട്ടും. മാജി പറഞ്ഞപ്പോ ഞാൻ അതാ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ജപിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. പല ഡിവോട്ടീസിന്റെയും നിന്നും നമുക്ക് കേൾക്കാം, നമ്മളിതൊക്കെ ചെയ്തിട്ടും നമ്മൾ എവിടെയോ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടുന്നില്ല, എന്ന് വെച്ചാൽ എന്താ, നമുക്ക് അത്രത്തോളം അങ്ങ് ഉയർന്നു വരാൻ പറ്റുന്നില്ല. അപ്പം അവിടെ അത് നമ്മൾ സ്വയമേ അനലൈസ് ചെയ്യണം, നമുക്ക് എവിടെയാണ് പാളിച്ചകൾ ഉണ്ടാകുന്നത്, നമ്മുടെ എന്തിലാണ് നമുക്ക് പാളിച്ചകൾ ഉണ്ടാകുന്നത്, നമ്മൾ സ്വയം അനലൈസ് ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പം വേറെ ഒരാളെടുത്ത് ഇപ്പൊ നമുക്ക് ഒരു ഡിവോട്ടി നമുക്ക് ഗൈഡൻസ് തരാം, നിങ്ങളിപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണമെന്ന് ഒരു വൈഷ്ണവ് നമുക്ക് ഗൈഡൻസ് തരാനേ നമുക്ക് പറ്റുള്ളൂ. അതായത് നമ്മള് ഉപദേശാമൃതത്തിൽ പറയുന്ന പോലെ നമ്മളിപ്പം ഈ മാജി പറഞ്ഞ നമ്മുടെ ജപവും നമ്മുടെ ഭാഗവതം റീഡിങ്ങും ഭഗവത്ഗീത റീഡിങ്ങും ചെയ്തിട്ടും നമ്മൾക്ക് എന്തുകൊണ്ട് ഭക്തിയിൽ ടേസ്റ്റ് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മാജി പറഞ്ഞ പോലെ നമ്മൾ ഈ ചെയ്യുന്ന പ്രൊസീജിയറും നമ്മൾ സിൻസിയർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളിപ്പം ചെയ്യുന്ന ജപിക്കുമ്പോൾ നമ്മൾ 16 റൗണ്ട് ജപ എന്ന് പറയുമ്പം പ്രഭുപാദ് നമ്മളത് സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട്, ഗുഡ് റൗണ്ട് സ്റ്റാൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഗുഡ് റൗണ്ട്സ് ചാൻഡ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഭാഗവതവും ഭഗവത്ഗീതയ്ക്കും വേണ്ടി ഒരു ഫിക്സഡ് ടൈം നമ്മുടെ മഹാരാജ് എപ്പോഴും നമ്മൾക്ക് പറയാറുണ്ട്, സ്ക്രൂട്ടനൈസ് ചെയ്ത് സ്റ്റഡി ചെയ്യൂ ഭാഗവതം എന്ന്, അല്ലെ? അപ്പൊ നമ്മൾ അത്രയും ഒരു ഇമ്പോർട്ടൻസോടുകൂടി ടൈം കൊടുത്ത് നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളുടെ ഭക്തിയിൽ നമ്മൾ പോകുന്നതിന്റെ ആ ഒരു രീതി മനസ്സിലാവും. കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കിതെല്ലാം വിട്ടിട്ട് പോകാൻ തോന്നുന്നു എന്തുകൊണ്ട് എന്നുള്ള. അപ്പൊ അതില് ആക്ച്വലി നമ്മുടെ ഈ ഉപദേശാമൃതത്തില് 2ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു 6 കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ 6 കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് നമ്മുടെ ഭക്തിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി താഴോട്ട് പോകുന്നതെന്ന്. അപ്പൊ അത് 6 എണ്ണത്തിൽ ഒന്നെന്ന് പറയുന്നത് ആവശ്യത്തിലധികം ഭക്ഷിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിലധികം സമ്പാദിക്കുക. അപ്പം നമ്മളിപ്പം എല്ലാരും പറയും പ്രസാദമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രസാദം അമിതമായിട്ടും കഴിക്കരുതെന്നൊരു ഒരു ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഭഗവാന് പ്രസാദം പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും എന്ത് മനസ്സിൽ വിചാരിക്കുക, ഇത് ഭഗവാന് വേണ്ടിയാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ വിചാരിക്കുക നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അതും നമ്മളുടെ ആസക്തിയാണെന്ന് പറയുന്നു. പിന്നെ അതുപോലെ ദുർലഭങ്ങളായ തുച്ഛമായ വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി കൂടുതലായി അധ്വാനിക്കുക. കാര്യം ഇതെല്ലാം നമ്മളിപ്പോ നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിലായിരിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ എല്ലാവരും, നമ്മൾ ആരെ നോക്കിയാലും നമ്മൾ എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അധ്വാനം, അമിതമായ അധ്വാനം, പിന്നെ ഗൗരവമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുക. ഇപ്പൊ നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ ഭഗവാന്റെ കാര്യങ്ങളല്ലാതെ അമിതമായിട്ടുള്ള സംസാരങ്ങൾ, പ്രജൽപ്പങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈദിക വിധി നിയന്ത്രണങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. അതുപോലെ കൃഷ്ണാബോധ താല്പര്യമില്ലാത്ത വിഷയികളായ ജനങ്ങളുമായി കൂടിച്ചേരുക. അപ്പൊ എനിക്ക് തോന്നുന്നു ആജി ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഈ വിധ കാര്യങ്ങളും കൂടെ നമ്മളിൽ ഉൾപ്പെടുന്നത് കൊണ്ടായിരിക്കണം നമുക്ക് ചിലപ്പോൾ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. എന്റെ ആ ഒരു ഇതാണ്. എന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ നമ്മളെല്ലാം ചെയ്യുന്നു, സമയങ്ങളിൽ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോൾ തോന്നും ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് എവിടെയോ ഒരു ടേസ്റ്റ് ഇല്ലായ്ക, അല്ലെങ്കിൽ എവിടെയോ നമുക്ക് വീണ്ടും പിന്മാറാൻ തോന്നുന്ന ഒരു തോന്നൽ.
വരുന്നതെന്ന്. അപ്പം സിൻസിയാരിറ്റിയുടെ ആ ഒരു കുറവ് കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളിൽ വീണ്ടും അകപ്പെട്ടു പോകുന്നത് കൊണ്ടുമായിരിക്കാം ഇങ്ങനെ വരുന്നതെന്ന്. വേറെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായി. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും മാജി നല്ലൊരു പോയിന്റ് തന്നെയാണ് മാജി പറഞ്ഞത്. ഹരേ അത് കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഇതിപ്പോ നമ്മള് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി ചിന്തിക്കുന്നതിന്റെയാണ് വിഷയം. ഇപ്പൊ നമ്മൾ സിൻസിയർ ആണോ അല്ലേ എന്നൊക്കെ ഉള്ള സെക്കൻഡറി ആണ്. നമ്മുടെ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ദേവിപ്രോ എന്ന് പറഞ്ഞത്. നമ്മൾ കീപ് ഗോയിങ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അളക്കേണ്ടത് നമ്മൾ സിൻസിയർ ആണോ അല്ലേ, നമ്മൾ ജപിക്കുന്നത് ശരിയാണോ, നമ്മൾ ഭക്തിയിൽ ഉയരുന്നുണ്ടോ. നമ്മൾ കമ്പയർ ചെയ്യുന്നത് വേറെ ഡിവോട്ടി ആയിട്ടായിരിക്കും നമ്മൾ മേ ബി കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ഒരു പ്രോസസ്സാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് ഫോൾ ഡൗൺ വരും, താഴ്ചകൾ ഉയർച്ചകൾ വരും. കാര്യം നമ്മൾ ഈ മെറ്റീരിയൽ മോഡ്സിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വിടാതെ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് ആണ് ഇതിലെ വിജയം. ഇത് ഡിവോഴ്സ് സർവീസ് സിമ്പിൾ, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ദേവിപ്രോ എല്ലാ ക്ലാസ്സിലും മിക്കപ്പോഴും പറയുന്നുണ്ട്. എന്നോട് മഹാരാജ് പറഞ്ഞ കണക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് വിടാതെ നിർത്താതെ ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം. ഇതാണ് എൻ്റെ ഒരു ഇത് മാജി. നമ്മൾ കൂടുതൽ ചിന്തിച്ച് നമ്മള് ഡിബേറ്റ് ആക്കിയാൽ നമുക്ക് ഇതില് ഒരു ഉത്തരം കിട്ടില്ല. ഹരേ കൃഷ്ണ. ശരിയാ പ്രഭു. അത് ഒരു സൈഡിലൂടെ അത് നമുക്ക് നല്ലതേനെന്ന് വെച്ചാൽ നമ്മള് ആശിഷം നമ്മുടെ കാര്യങ്ങള് അത് ചെയ്തു കൊണ്ടുപോവുക. പിന്നെ പ്രഭു പല ഡിവോട്ടീസും പറഞ്ഞു കേട്ടിട്ടുള്ളതാ പ്രഭു, അവരുടെ ഓരോരോ ഇത് എന്ന് വെച്ചാൽ പഴയതുപോലെ നമുക്ക് അതൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല, എനിക്ക് ടെമ്പിളിലോട്ട് വരാൻ പറ്റുന്നില്ല. അങ്ങനെ പല സാഹചര്യങ്ങളും പലരും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിനൊരു ബേസ് ചെയ്ത് ഞാനൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായി മാജി. ഞാൻ ഹരകൃഷ്ണ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്റ്റഡ് ആയിട്ട് ഒരു കാര്യം ദയവായി മാതാജിയുടെ അനുമതിയോടുകൂടി പറഞ്ഞോട്ടെ. താങ്ക് യു മാതാജി. ഭഗവാന്റെ കൃപയാൽ നമുക്ക് എന്തുകൊണ്ട് ടേസ്റ്റ് കുറയുന്നു എന്നുള്ളതിനെ കുറിച്ചും അത് നമ്മുടെ ഈ പ്രോസസ്സ് ജപം 16 മാലയും ഭാഗവത ഭഗവത്ഗീത ശ്രവണ കീർത്തനങ്ങളും ചെയ്തിട്ടും നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ എന്താണ് കാരണം എന്നതാണല്ലോ ഇപ്പോഴത്തെ ചർച്ച ആവശ്യം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരത്തില് സൂക്ഷ്മ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഇവ മൂന്നും വെച്ചാണ്. അപ്പോൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്നു. അതിൽ സൂക്ഷ്മ ശരീരത്തിന്റെ പ്യൂരിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉപേക്ഷിച്ച് ആത്മീയ ശരീരം കിട്ടി ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകും. ഇതാണ് പരിപാടി. അപ്പൊ അതില് സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് മന്ത്രജപം. മാ എന്ന് പറഞ്ഞാൽ മനസ്സ്, ദ്രം എന്ന് പറഞ്ഞാൽ ഉയർത്തെടുക്കുക. മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് മന്ത്രജപം. അപ്പൊ നമ്മൾ ഹരകൃഷ്ണ മന്ത്രം 16 മാല ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്യൂരിഫിക്കേഷൻ ഉണ്ടാവുകയും നമ്മൾ ശുദ്ധപ്പെടുകയും ചെയ്യും. 2, ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത പഠനങ്ങൾ, ചർച്ചകൾ, ശ്രവണ കീർത്തനങ്ങൾ ഇവ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഭഗവത്ഗീതയിലെ ശ്ലോകമുണ്ട്, കൃഷ്ണാർജുനന്മാരുടെ സംഭാഷണങ്ങൾ ആരാണോ പഠിച്ചറിയുന്നത് അവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പൊ ബുദ്ധി അവിടെ പ്യൂരിഫൈ ആകും. നമ്മുടെ ഈ ഭാഗവത ഭഗവത്ഗീത ഇത്യാദി ചർച്ചകൾ കൊണ്ടും വായന കൊണ്ടും ഡിസ്കഷൻ കൊണ്ടും ശ്രവണ കീർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ബുദ്ധി പ്യൂരിഫൈ ആവും. അപ്പൊ ഈ രണ്ടും നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ മിഥ്യാഹങ്കാരം മാറി നമ്മുടെ ശരിയായ അഹങ്കാരത്തിലേക്ക് നമ്മൾ വരിക തന്നെ ചെയ്യും. അതാണ് അതിന്റെ റിസൾട്ട്. അതാണ് ഈ 2 കാര്യങ്ങൾ നന്നായി ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും നമ്മൾ പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ മിഥ്യയായ അഹങ്കാരം മാറി നമ്മൾ ശരിയായ അഹങ്കാരത്തിലേക്ക് വരും. ശരിയായ അഹങ്കാരം എന്ന് പറയുന്നത് ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസനാണ് എന്നുള്ളതാണ്. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഭക്തന്മാരുടെ ദാസനാവുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഭക്തന്മാരുമായിട്ട് സഹകരിച്ച് പോകാൻ കഴിയണം. അപ്പൊ ആദ്യത്തെ 2 പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഭക്തന്മാരുമായിട്ടുള്ള സംഘവും ഭക്തിയുക്ത ഭഗവത് സേവനത്തുമായിട്ട് മിക്സ് ചെയ്ത് എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നതാണ് അതിന്റെ റിസൾട്ട്. അപ്പൊ അത് വന്നില്ല എങ്കിൽ അതിനർത്ഥം ആദ്യത്തെ 2 പ്രോസസ്സ് നമ്മൾ ശരിയായി ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. അപ്പൊ അതിന് ഉപദേശാമൃതത്തില് ഇപ്പോ ദ്വാരകമാതാജി വായിച്ച ആ ശ്ലോകത്തിന്റെ അടുത്ത 2 ശ്ലോകങ്ങളാണ് അതിന് ഉത്തരം. അങ്ങനെ ഭക്തന്മാരായിട്ട് നമുക്ക് സംഘം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല എങ്കിൽ രൂപഗോസ്വാമി പറയുന്നത് ഉപദേശാമൃതം 3-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്,
അത് സ്വയമേ തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്? മൂന്നാം ശ്ലോകത്തിന്റെ പരിഭാഷ വായിക്കാം. ഭക്തിത്വ സേവനം പ്രാവർത്തികമാകുന്നതിന് സഹായിക്കുന്ന 6 തത്വങ്ങളുണ്ട്. 1, സ്വയമേ ഉത്സാഹിയായി മുന്നോട്ട് വരിക. 2, വിശ്വാസത്തോടെ പ്രയത്നിക്കുക. വിശ്വസിക്കണം, ഇത് ചെയ്താൽ ഇതാണ് കറക്റ്റ് പ്രോസസ്സ്, അതുകൊണ്ട് നമ്മൾ ചെയ്യണം. ക്ഷമയോടെ ഇരിക്കുക. അതാണ് നമ്മുടെ പരമാനന്ദ പ്രഭു പറഞ്ഞത്, നമ്മൾ വെയിറ്റ് ചെയ്യണം. ക്ഷമയോടെ ഇരിക്കുക എന്ന് പറയാൻ കാരണം ഏതൊരു വിദ്യയും പൂർണ്ണമാവുന്നത് ചാണക്യ പണ്ഡിതന്റെ അഭിപ്രായത്തിലും ശാസ്ത്രങ്ങളുടെ അഭിപ്രായത്തിലും 4 സ്റ്റെപ്പിലൂടെയാണ്. 1, കാൽഭാഗം ഗുരുമുഖത്ത് നിന്ന്, കാൽഭാഗം സ്വയം പ്രയത്നം, മറ്റൊരു കാൽഭാഗം സഹപാഠികളിൽ നിന്നും പരസ്പരം സഹകരിച്ച്, മറ്റൊരു കാൽഭാഗം കാലക്രമേണ എന്നാണ്. അപ്പൊ അത് വെയിറ്റ് ചെയ്താലേ അത് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. 4ാമത്തെ പോയിന്റ് ശ്രവണ കീർത്തനം സ്മരണം. അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ശ്രവണ കീർത്തനം വിഷ്ണു സ്മരണം, കേൾക്കുക, കീർത്തിക്കുക, കൃഷ്ണനെ സ്മരിക്കുക, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിങ്ങനെയുള്ള നിയാത്മാത്മ തത്വങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. 5ാമത്തെ പോയിന്റ് ഭക്തന്മാരല്ലാത്ത ജനങ്ങളുമായി സഹവാസം ഉപേക്ഷിക്കുക. ഇതാണ് നമുക്ക് ഒട്ടുമുക്കാൽ ആൾക്കാർക്കും യഥാർത്ഥ ടേസ്റ്റ് കിട്ടാത്തതിന് കാരണം ഈ ഒരു 5ാമത്തെ പരിപാടി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ്. ഭക്തന്മാരല്ലാത്ത ജനങ്ങളുമായി സഹവാസം ഉപേക്ഷിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് കുറയും. ഇതാണ് അതിന്റെ യഥാർത്ഥ സത്യം. പിന്നെയോ, പൂർവാചാര്യന്മാരുടെ കാലടികളെ പിന്തുടരുക. നമ്മൾ ഗുരുവിന്റെയും ശ്രീല പ്രഭുപാദിന്റെയും നമ്മുടെ ഗുരുമരന്റെയും ലെക്ചർ ഡയറക്റ്റായിട്ട് തന്നെ കേൾക്കുക. വിശുദ്ധമായ ഭക്തിത്വ ഭഗവത് സേവനത്തിന് പൂർണ്ണമായ വിജയം ഉറപ്പു തരുന്ന 6 സംഗതികളാണ് ഇവ. പൂർവാധികാരന്മാരുടെ കാലടികൾ എന്ന് പറയുമ്പോൾ ഗുരുമാരായി നമുക്ക് പേഴ്സണലായിട്ട് തന്ന സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യാനാണ് പൂർവാചാര്യന്മാരുടെ കാലടികൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇപ്പോൾ പറഞ്ഞ ഈ 3ാമത്തെ ശ്ലോകത്തിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ 4ാമത്തെ ശ്ലോകമാണ്. നാലാമത്തെ ശ്ലോകം നമ്മളൊന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള ഭക്തന്മാർക്ക് ദാനമായി സമ്മാനങ്ങൾ നൽകുക, ദാനമായി ലഭിക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കുക, തൻ്റെ രഹസ്യങ്ങൾ വിശ്വാസപൂർവ്വം അറിയിക്കുക, തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങൾ വിശ്വാസപൂർവ്വം ചോദിച്ചു മനസ്സിലാക്കുക, പ്രസാദം സ്വീകരിക്കുക, പ്രസാദം നൽകുക എന്നീ 6 കാര്യങ്ങൾ ഒരു ഭക്തനും മറ്റൊരു ഭക്തനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ലക്ഷണങ്ങളാകും. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് പലപ്പോഴും ചെയ്യാറില്ലാതിരിക്കും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മിഥ്യാഹങ്കാരം ശരിയാഹങ്കാരത്തിലേക്ക് പതുക്കെ മാറി വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഭക്തന്മാർ തമ്മിലുള്ള സ്നേഹവിനിമയം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഭക്തിയിൽ ടേസ്റ്റ് കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കാര്യം, നാമം ജപിക്കുക നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാനാണ്. ഭാഗവതം, ഭഗവത്ഗീത, ശ്രവണ കീർത്തനങ്ങൾ നമ്മുടെ ബുദ്ധിയെ പ്യൂരിഫൈ ചെയ്യാനാണ്. ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭക്തന്മാരായിട്ടുള്ള നമ്മുടെ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഇത് രണ്ടും ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ രൂപഗോസ്വാമി പറഞ്ഞ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും കൂടെ ലൈഫിൽ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കാലക്രമേണ കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ഇത് അല്ലാതെ മറ്റൊരു പ്രോസസ്സ് ഒരിക്കലും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പല ഭക്തന്മാരായിട്ട് ഭക്തന്മാരല്ല, പുതിയതായിട്ട് ഇസ്കോണിൽ വന്നു ചേർന്ന പല ഭക്തന്മാരായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അവർ ഈ ലോകത്തുള്ള സകല ആശ്രമങ്ങളും കയറി ഇറങ്ങി അവസാനം ഇസ്കോണിൽ എത്തിച്ചേർന്നതായിട്ട് കാണപ്പെടുന്നു. പക്ഷെ ഒട്ടുമുക്ക ഇസ്കോണിൽ വന്ന ഈ ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒട്ടുമുക്ക ആൾക്കാരും ഒരിക്കലും ഇസ്കോൺ വിട്ട് പോവാറില്ല. ഇൻ കേസ് നേരിട്ട് ആക്റ്റീവ് സർവീസിൽ ഇല്ലെങ്കിൽ കൂടി അവർ പേഴ്സണൽ ലൈഫിൽ ഇസ്കോണിന്റെ പ്രഭുപാദിന്റെ ഒക്കെ പുസ്തകങ്ങൾ വളരെ ആത്മാർത്ഥമായി വായിക്കുകയും ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ മറ്റൊരു ആധ്യാത്മിക സംഘടനയിലേക്കൊന്നും പോവാറില്ല. കാരണം ഇതൊരു ടോപ്പ് മോസ്റ്റ് ആത്മാവിനെ പ്രീതിപ്പെടുത്തുന്ന ആനന്ദ സംഭരണിയായ ഒരു ലോകത്ത് എത്തിച്ചേരുന്നു എന്ന് ഉള്ളുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഒരിക്കലും ഇസ്കോൺ അവർക്ക് വിട്ടുപോകാൻ കഴിയാത്തത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഇത് നമ്മൾ ഈ പറഞ്ഞു വന്നത് തന്നെ അന്നദോഷേ സമദോഷേ, അത് രണ്ടും ഒരു കാര്യം. ഇതിന്റെ ഫോർമുല ഭക്തി, നിസ്വാർത്ഥത, സ്നേഹം. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും ഓവർകം ചെയ്യാൻ പറ്റും. അത് പ്രഭാതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഹാരാജിന്റെ നമ്മള് ഭക്തന്മാരെ ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമുക്കൊരു വൈഷ്ണവരുടെ എന്ന് വെച്ചാൽ അവരെ നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉയർച്ച ഉണ്ടാവും.
അപ്പം നമുക്ക് ആ ഒരു മൈൻഡാണ് നമുക്ക് ഫസ്റ്റ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ ഒരാളെ നമുക്ക് ഒരു ഒബീഡിയന്റ് ആയിട്ട് ഇരിക്കാന്ന് വെച്ചാൽ അവര് പറയുന്നത് നമുക്ക് അനുസരിക്കാനുള്ള ഒരു മൈൻഡ്. പക്ഷെ നമ്മളിൽ കിടക്കുന്ന ഈഗോ കൊണ്ട് നമുക്ക് ചിലപ്പം അത് നമ്മളെക്കാട്ടി ചെറുതായിരിക്കില്ല, ചിലപ്പോൾ നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞ ഒരാൾ നമ്മളത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊരു ഈഗോ തരും. ഈഗോ വേണ്ട പക്ഷെ നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞ ഒരാളല്ലേ നമുക്ക് ഇത് പറഞ്ഞു തരുന്നത്, അവരനുസരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് തോന്നും. അപ്പൊ അത് നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഉയർച്ച നമുക്ക് അതിൽ ഉണ്ടാകാൻ പറ്റും. മാതാജി, അത് നമ്മള് സമമായിട്ടുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും നമ്മളിൽ മുൻപേ നിൽക്കുന്നവരെയും ഡിവോഷണലായിട്ട് മുൻപേ നിൽക്കുന്നവരെയും എല്ലാവരോടും പെരുമാറേണ്ട രീതിയൊക്കെ നമുക്ക് ഭാഗവത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, പർപ്പോട്ടിലൊക്കെ. ഓക്കെ, സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സർവ്വചരാചരങ്ങളോടും പൊറുക്കാൻ പറ്റും. നിസ്വാർത്ഥത പറ്റും. ഇതുണ്ടെങ്കിൽ എല്ലാവരോടും നമുക്ക് സഹിക്കാൻ പറ്റും. അതാ പറഞ്ഞു. ഹരേ കൃഷ്ണ, ഹരി ബോൾ. എന്തായാലും നമുക്ക് ഈ ക്ലാസ്സോടുകൂടി ഒരുപാട് റിയലൈസേഷൻ എല്ലാ ഭക്തന്മാരിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഒരു ടോക്ക് വരുമ്പോഴാണ് മാജി എല്ലാ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം പരമാനന്ദ പ്രഭു അദ്ദേഹം ആ വ്യൂ പോയിന്റിൽ അദ്ദേഹം എടുത്തു. ദേവ് പ്രഭു എന്താണ് പറയുന്നത്, ദ്വാരകമാജി ഒരു ഉപദേശാമൃതത്തിൽ എന്താണ് പറയുന്നത് ആ വ്യൂ പോയിന്റില്, കഥാമിപ്പോ ആ ഒരു വ്യൂ പോയിന്റില്, ഇപ്പൊ മാതാജി അപ്പൊ അത് ഓരോ ഭക്തന്മാരും നമുക്ക് ഒരു ടോപ്പിക് വരുമ്പോഴാണ് ആ വ്യൂ പോയിന്റുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് ഇപ്പൊ ഈ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന പലർക്കും മാതാജി ഇത് പറയാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും, അവർക്ക് ഇത് ചോദിക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു ബുദ്ധിമുട്ട് കാണാം. പക്ഷെ നമുക്ക് ആ ഒരു ചർച്ച വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പലർക്കും ആ ഒരു നമ്മുടെ മൈൻഡിൽ കിടന്നാൽ നമുക്കിത് ചോദിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാവുമോ, അല്ലെങ്കിൽ അത് തെറ്റായി പോകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ധാരണ മിക്കവാറും എല്ലാവരിലും കാണും. പക്ഷെ ഇങ്ങനെ നമുക്കൊരു ടോക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പലരുടെ മൈൻഡിലും അത് ക്ലിയർ ആവും. ഇതായിരിക്കും കാരണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ വിചാരിക്കുകയോ നമുക്ക് എങ്ങനെ ഇത് റെക്ടിഫൈ ചെയ്യാനും സ്വയമേ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവൂല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച വരുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവ് ആവുന്നത് നമ്മൾ. അപ്പൊ ഇതിലിപ്പോ ഇത്രയും പേര് ഇപ്പൊ ഈ ഒരു ടോപ്പിക് വന്നപ്പോ ഇത്രയും പേര് ഇതിനകത്ത് സംസാരിച്ചു. അപ്പം പലർക്കും അത് മൈൻഡിൽ കിടപ്പുണ്ടായിരിക്കും ഇത് എന്തെന്ന്. അപ്പം പലർക്കും ഇതിപ്പം മനസ്സിലായി കാണും ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് മാതാജി ഒരു പോയിന്റ് പറയാനുണ്ട്, പറയാവോ? പറയണം മാജി, പറയണം. അതായത് മാതാജി, ഞാൻ ഒരു ലെക്ചറിൽ കേട്ടതാണ്, നമ്മൾക്ക് ഇങ്ങനെ പ്രോഗ്രസ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കാന് എല്ലാം നമ്മളുടെ ഫാൾസ് ഈഗോ ആണ് കാരണം. നമ്മൾ തന്നെ ഒരു കാരണം കണ്ടുപിടിക്കും, എനിക്ക് അതുകൊണ്ടാണ്, സമയദോഷമാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തു വന്നില്ല, ഇത് ഒത്തു വന്നില്ല, അങ്ങനെ നമ്മൾ പല കാരണങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ ഇതിനെല്ലാം ഭഗവാൻ നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാങ്ഷൻ ചെയ്തു തരും. നമ്മൾക്കൊരു ഫ്രീ വില്ലുണ്ട്, അദ്ദേഹം അതിൽ ഇടപെടില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് അതിന്റെ മുഖ്യമായ കാരണക്കാരൻ, നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഇതൊക്കെ ആലോചിച്ച് നമ്മൾ അതിന് വേണ്ടത് ചെയ്തു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെക്ചറിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. അതെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കുറെ റിയലൈസേഷൻ പറഞ്ഞതൊക്കെ സംസാരിക്കാൻ. നമുക്കിപ്പോ ഈ ഒരു ചെറിയൊരു ടോപ്പിക് വന്നപ്പോ എല്ലാവരും അവരെല്ലാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടി പ്രഭു. അപ്പം ഇത് സത്യത്തിൽ നമുക്ക് ക്ലാസ്സിൽ കേട്ട എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണ്. നമ്മൾ ഇത്രയും പേര് കേട്ടിട്ടില്ല, പലരും ചോദിക്കാൻ പഠിക്കുന്ന പല കാര്യങ്ങളും കാണാം. അപ്പൊ നമുക്കൊരു ടോക്ക് വരുമ്പോഴാണ് എല്ലാവരും അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എല്ലാ ഭക്തന്മാരും നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ ഒരുപാട് പ്രഭു, ഒത്തിരി പേര് നമ്മൾ പരമാനന്ദ പ്രഭുവിന് ഈ ലാസ്റ്റ് സൺഡേ ചോദിച്ചു, ചില ഡ്യൂട്ടീസ് വരുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ സാധിച്ചത്. അപ്പൊ നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നല്ല സഹകരണത്തോടെ ഇരിക്കുക പ്രഭു. അങ്ങോട്ടും ഇങ്ങോട്ടും വൈഷ്ണവരും എല്ലാവരും നമുക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഈഗോളും എല്ലാം ഉണ്ട്, അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ അതൊക്കെ ജസ്റ്റ് മാറ്റി വെച്ചു ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ നിൽക്കുക പ്രഭു. അപ്പം എന്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മള് ഭഗവാന്റെ കാര്യം എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ അതങ്ങ് മറക്കുക. ഭഗവാന് വേണ്ടിയിട്ട് നമ്മളിലായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറന്ന് ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എങ്കിലേ നമുക്ക് അവിടെ അതിനകത്ത് വിജയം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂട്ടായ്മയിൽ നമ്മൾ വന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ മാറി നമ്മൾ പോവാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന സന്തോഷം ഒരിക്കലും നമുക്ക് ഒരിടത്ത് ചെന്നാലും നമുക്ക് കിട്ടുന്നില്ല.
എല്ലാവർക്കും നമുക്ക് ഭഗവാന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു സന്തോഷവും ആ ഒരു മനസ്സിന്റെ തൃപ്തിയും ഒന്നും നമുക്ക് വേറെ ഒരിടത്ത് ചെന്നാലും ഒരു കാര്യം ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഇതില് നമുക്ക് മാക്സിമം നമുക്ക് ആ സന്തോഷവും ആ സംതൃപ്തിയും അങ്ങ് കിട്ടുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ, ഏതെങ്കിലും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ആ സന്തോഷവും സംതൃപ്തിയും നമുക്ക് എന്നെന്നും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദേവിയുടെ നല്ല രീതിയിൽ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു അർച്ചന സിദ്ധി ദേവി മാതാജി. ഹരി ബോൾ.